Hi guys, Sustainable Engineering. This is our preamble. Objective of this course is to inculcate in students an awareness of environmental issues and the global initiatives towards attaining sustainability. ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് എൻവയോൺമെന്റൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്, അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കുക, അവരെ ബോധവാന്മാരാക്കുക. അതേപോലെ തന്നെ ഏതിനെ പറ്റിയിട്ടും ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ടുവേർഡ്സ് അറ്റൈനിങ് സസ്റ്റൈനബിലിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗോളതലത്തിൽ എടുക്കുന്ന മുൻകൈകളെ പറ്റിയും സ്റ്റുഡൻസിന് ഒരു അവയർനെസ് ഉണ്ടാക്കുകയാണ് ഈ കോഴ്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. The students should realize the potential of technology in bringing sustainable practices. Sustainable practices അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ പല സാധ്യതകളെ കുറിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുമാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. This is first module. സസ്റ്റൈനബിലിറ്റി. ഇപ്പൊ നമുക്ക് ആദ്യമേ സസ്റ്റൈനബിലിറ്റിയുടെ വേർഡ് മീനിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. സസ്റ്റൈനബിലിറ്റി എന്താണ്? സസ്റ്റെയിൻ പ്ലസ് എബിലിറ്റി. എബിലിറ്റി എന്താണെന്ന് നമുക്കറിയാം. എബിലിറ്റി എന്ന് വെച്ചാൽ കഴിവ്. അപ്പോൾ നമുക്ക് സസ്റ്റെയിൻ്റെ മീനിങ് എന്തെന്ന് നോക്കാം. സസ്റ്റെയിൻ allow something to continue for a period of time. എന്തിനെങ്കിലും ഒരു എന്തെങ്കിലും കുറച്ചു നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫോർ സം പീരീഡ് ഓഫ് ടൈമിലേക്ക് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സസ്റ്റെയിൻ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിലനിർത്തുക എന്നാണ് സസ്റ്റെയിൻ്റെ മലയാളം മീനിങ്. സോ sustainability is quality of being able to continue over a period of time. എന്തെങ്കിലും ഒരു കാര്യം കുറച്ചു നാളത്തേക്ക് കണ്ടിന്യൂ ചെയ്തു പോകാനുള്ള ആ ക്വാളിറ്റി, ആ കഴിവിനെ, അതിന്റെ ആ ക്വാളിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കഴിവിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സസ്റ്റൈനബിലിറ്റിക്ക് ഒരു കറക്റ്റ് മലയാളം മീനിങ് പറയുകയാണെങ്കിൽ സുസ്ഥിരത എന്ന് പറയും. സ്ഥിരത കൈവരിക്കാനുള്ള ആ കഴിവ്, അല്ലെങ്കിൽ സ്ഥിരത, അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അതാണ് അതിന്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, സസ്റ്റൈനബിലിറ്റി മീൻസ് മീറ്റിംഗ് അവർ ഓൺ നീഡ്സ് വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. മീറ്റിംഗ് അവർ ഓൺ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങളെ സാധിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക. വിത്തൗട്ട് കോംപ്രമൈസിംഗ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻസ് ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. നമ്മുടെ ആവശ്യങ്ങളെ നമ്മൾ എങ്ങനെയാണോ തൃപ്തിപ്പെടുത്തിയത് അല്ലെങ്കിൽ സാധിച്ചെടുത്തത്, അതേപോലെ തന്നെ വരുന്ന തലമുറകൾക്ക് ഇനി അങ്ങോട്ട് ഒരുപാട് തലമുറകൾ വരുന്നു, ആ തലമുറകൾക്കെല്ലാം അവരുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുക. നമ്മൾ എങ്ങനെയാണോ തൃപ്തിപ്പെടുത്തിയത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അത് അച്ചീവ് ചെയ്തത്, മീറ്റ് ചെയ്തത്, അതേപോലെ തന്നെ അതിലൊരു കോംപ്രമൈസും വരാതെ, അതായത് അതിലൊട്ടും നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്തോ അതേപോലെ തന്നെ അതിലൊട്ടും കുറവ് വരാതെ ബാക്കിയുള്ള തലമുറകൾക്കും അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യണം. ഈ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. Sustainability is the ability to achieve continuing economic prosperity while protecting the natural systems of the planet and providing a high quality of life for its people. അതായത് എക്കണോമിക് പ്രോസ്പെരിറ്റി കൈവരിക്കുക, കണ്ടിന്യൂയിങ് എക്കണോമിക് പ്രോസ്പെരിറ്റി, തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സമൃദ്ധി, എക്കണോമിക്കായിട്ട് നമ്മൾ വളരുക, അതേ സമയം നമ്മുടെ നേച്ചറിനെ, നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതേപോലെ തന്നെ അതിലുള്ള നമ്മളെ പ്ലാനറ്റിലുള്ള ആൾക്കാർക്ക്, അതായത് മനുഷ്യർക്കും എല്ലാത്തിനും
എന്ത് ചെയ്യുക, ഒരു ഹൈ ക്വാളിറ്റി ഓഫ് ലൈഫ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് സസ്റ്റൈനബിലിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത്. Sustainability is based on a simple principle. Everything that we need for our survival and well-being depends either directly or indirectly on our natural environment. അതായത് നമുക്ക് സർവൈവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് എല്ലാം ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നമ്മുടെ നാച്ചുറൽ എൻവയോൺമെന്റ്, നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. Sustainability is important to ensure that we have and we will continue to have the water, materials and other resources to improve human welfare, to protect human health and our environment. അതായത് സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പോൾ ഉള്ള വാട്ടർ, മിനറൽസ്, മെറ്റീരിയൽസ് ആൻഡ് അതർ റിസോഴ്സസ്, എല്ലാ റിസോഴ്സസും നമുക്ക് ഇപ്പോഴും ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കുകയും ഇനി തുടർന്നും അങ്ങോട്ട് ഉപയോഗിക്കാൻ കഴിയണം. അതേസമയം എന്തിനു വേണ്ടിയിട്ട്? ഹ്യൂമൻ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാനും ഹ്യൂമൻ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനും എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാനും, ഹ്യൂമൻ ഹെൽത്തിനെയും എൻവയോൺമെന്റിനെയും പ്രൊട്ടക്ട് ചെയ്യാനും അതേസമയം ഹ്യൂമൻ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട്. Why sustainability? Our actions of today will affect many things in the future. നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും ഫ്യൂച്ചറിൽ, ഭാവിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യും. We should be careful to avoid limiting the choices of generations to come because of our actions. നമ്മുടെ ആക്ഷൻസ് കാരണം, നമ്മുടെ പ്രവൃത്തി കാരണം വരുന്ന തലമുറയ്ക്ക് അവർക്ക് ഉണ്ടാവുന്ന ചോയ്സസിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് ഇപ്പൊ അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ചോയ്സസ് എല്ലാം അവർക്കും കിട്ടണം. അവർക്ക് അതിലൊരു ലിമിറ്റേഷൻ ഉണ്ടാവരുത്. Our natural world is our life support system and we want it to last. So we need to look after it. നമ്മുടെ നാച്ചുറൽ വേൾഡ്, നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സപ്പോർട്ടാണ്, നമ്മുടെ ജീവനെ നിലനിർത്തുന്നതാണ്. അപ്പം അത് എന്ത് വേണം? അത് തുടർന്നുകൊണ്ടിരിക്കണം, അത് ലാസ്റ്റ് ചെയ്യണം, അത് ഒരുപാട് കാലം നിലനിൽക്കണം. അതുകൊണ്ട് നമുക്കതിനെ സംരക്ഷിച്ചേ മതിയാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സസ്റ്റൈനബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. എവല്യൂഷൻ ഓഫ് സസ്റ്റൈനബിലിറ്റി, സസ്റ്റൈനബിലിറ്റിയുടെ എവല്യൂഷൻ അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം. The history of sustainability traces from the earliest civilizations to the present. സസ്റ്റൈനബിലിറ്റിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, സസ്റ്റൈനബിലിറ്റി പുതിയൊരു കൺസെപ്റ്റ് ആണെങ്കിൽ കൂടിയും അത് നമുക്ക് നേരത്തെ പഴയ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം അത് ഏർലി സിവിലൈസേഷൻസ് മുതലേ നമുക്കത് കാണാൻ കഴിയും. The use of fire and desire for specific foods may have altered the natural composition of plant and animal communities. അതായത് ഫയറിന്റെ ഉപയോഗം, നമ്മൾ തീ ഉപയോഗിക്കുക. അപ്പൊ തീ ഉപയോഗിക്കുന്നത് കൊണ്ട് പ്ലാന്റ്സിന്റെ അനിമൽസിന്റെ അവരൊരു നാച്ചുറൽ കോമ്പോസിഷനിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് ഒരു കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഡിസൈർ ഫോർ സ്പെസിഫിക് ഫുഡ്സ്, ഒരു പർട്ടിക്കുലർ ഫുഡിനോടുള്ള താല്പര്യം കാരണം, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനോടുള്ള താല്പര്യം കാരണം അന്ന് ഉള്ള ആൾക്കാരെല്ലാം അത് കഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഒരു അവൈലബിലിറ്റി കുറയും. Agrarian communities 8,000 to 10,000 years ago depended largely on their environment. അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് അതായത് അഗ്രികൾച്ചർ ആയിരുന്നവരെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയാണ് നമ്മൾ അഗ്രേറിയൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റീസ് ഔട്ട്ഗ്രോയിങ് ദെയർ ലോക്കൽ ഫുഡ് സപ്ലൈ ഓർ ഡിപ്ലീറ്റിംഗ് ക്രിട്ടിക്കൽ റിസോഴ്സസ് ഐദർ മൂവ്ഡ് ഓൺ ഓർ ഫേസ്ഡ് കൊളാപ്സ്. അതായത് ഒരു സൊസൈറ്റിയുടെ അവരുടെ ഫുഡ് സപ്ലൈ ഉണ്ട്, അവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ് സപ്ലൈ. ഒരു സൊസൈറ്റി, അതായത് അവിടുത്തെ പോപ്പുലേഷൻ അവിടെ ഉള്ള ഫുഡ് സപ്ലൈയെക്കാട്ടിയും കൂടുകയാണെങ്കിൽ, ആൾക്കാരുടെ എണ്ണം കൂടുകയും അവർക്ക് കിട്ടുന്ന ഫുഡിന്റെ അളവ് കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ അവര് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് മൂവ് ചെയ്യും, അല്ലെങ്കിൽ അവർ ആ കൊളാപ്സ് ആയിപ്പോകും, ആ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ അവർ ആ ഒരു സൊസൈറ്റി തകർന്നു പോകും. അതേ കണക്ക് ആൾക്കാരുടെ എണ്ണം കൂടുക അല്ലെങ്കിൽ ക്രിട്ടിക്കൽ റിസോഴ്സസ്, അതായത് നമ്മുടെ മെയിൻ റിസോഴ്സസ് അതിന് അവരെ
അതിനെ ഡിപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ, അതിനെ ഡിസ്ട്രോയ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ട്. The surplus of storable food allowed the population to settle in one place instead of migrating in search of wild foods and grazing land. അതായത് അവര് കൾട്ടിവേറ്റ് ചെയ്ത ഫുഡ് സർപ്ലസ്, അതായത് ഒരുപാട് അധികമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഫുഡ് അവർ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവർക്കൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യാം. അവരിങ്ങനെ പല സ്ഥലങ്ങൾ തേടി അലയേണ്ട ആവശ്യമില്ല, മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള ഫുഡിനും ഒരുപാട് ലാൻഡിനും വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കൂടിയപ്പോൾ അവരെന്ത് ചെയ്തു? ഒരു സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ആൾസോ ലെഡ് ടു ഡീഫോറസ്റ്റേഷൻ which resulted in flooding and over irrigation leading to diminished yields. അപ്പോൾ അവർ ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടാൻ തുടങ്ങി, പോപ്പുലേഷൻ കൂടി. അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു ഫ്ലറിഷ് കാരണം, ഇവരിങ്ങനെ ഒരു വളർച്ച കാരണം ഡീഫോറസ്റ്റേഷൻ സംഭവിച്ചു. അതായത് അവർ കാട് നശിപ്പിക്കാനും ബാക്കിയുള്ളതൊക്കെ വെട്ടി നശിപ്പിക്കാൻ തുടങ്ങി. വിച്ച് റിസൾട്ടഡ് ഇൻ ഫ്ലഡിങ്. അപ്പൊ ഇത് കാരണം എന്ത് സംഭവിച്ചു? ഫ്ലഡിങ്, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ തുടങ്ങി. അത് കാരണം ഓവർ ഇറിഗേഷൻ, ഇവിടെ ഉണ്ടായിരുന്ന ക്രോപ്സ് ഒക്കെ ഓവർ ഇറിഗേറ്റഡ് ആയി. ഇപ്പോൾ ഓവർ ഇറിഗേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ ഈൽഡ്സ് കുറയും, അതിൽ നിന്നുള്ള വിളവ് കുറയും, അതായത് അതിന്റെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടും. സോ ഇപ്പൊ ഈ ഓവർ ഇറിഗേഷൻ, ഫ്ലഡിങ്ങും ഓവർ ഇറിഗേഷൻ കാരണം അവരുടെ വിളവ് കുറഞ്ഞു. ഡിക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ലെഡ് ടു ദ ഡിക്ലൈൻ ഓഫ് സിവിലൈസേഷൻ. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ, അതായത് അവരുടെ ഫുഡിന്റെ മെയിൻ സപ്ലൈ ആണ് കുറഞ്ഞത്. അപ്പൊ അതിന് സംഭവിച്ച അവരെ ഡിക്ലൈൻ സംഭവിച്ചു. ആ സിവിലൈസേഷന്റെ പതനമാണ് അവിടെ സംഭവിച്ചത്. Many civilizations had fallen because of poor management of resources. അതേപോലെ റിസോഴ്സസിന്റെ ഒരു പുവർ മാനേജ്മെന്റ് കാരണം നശിച്ച പല സിവിലൈസേഷൻസും ഉണ്ട്. അപ്പം അന്ന് മുതലേ ഒരു മാനേജ്മെന്റ്, റിസോഴ്സസിന്റെ മാനേജ്മെന്റിന് ഒരു ഇമ്പോർട്ടൻസ് നമുക്കത് കാണാൻ കഴിയും. അത്രയും റിസോഴ്സസ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഒരുപാട് റിസോഴ്സസ് യൂസ് ചെയ്ത് കഴിഞ്ഞു. പണ്ടത്തെ ഏർലി സിവിലൈസേഷൻസിൽ അവർക്ക് ഇത്രയും അബണ്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിട്ട് കൂടിയും ഇതിന്റെ ഒരു പുവർ മാനേജ്മെന്റ് കാരണം അവിടെ അവർ നശിക്കുകയാണ് ചെയ്തത്. ഇൻ കോൺട്രാസ്റ്റ്, സ്റ്റേബിൾ കമ്മ്യൂണിറ്റീസ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് എക്സിസ്റ്റഡ് ഇൻ മെനി പ്ലേസസ്. അതേസമയം ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ഉണ്ടാക്കണം, അതായത് അവർ ഒരു സ്ഥലത്ത് കൾട്ടിവേഷൻ, അഗ്രികൾച്ചർ നടത്തും, അതിനുശേഷം അവിടെ ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലത്ത് പോകും. ഇതേക്ക് പല പല സ്ഥലങ്ങളിൽ പോയിട്ട് വീണ്ടും തിരിച്ച് ഇവിടെ വരും. അപ്പൊ വീണ്ടും തിരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും ഒരു നേരത്തെ കൾട്ടിവേറ്റ് ചെയ്തിരുന്ന ലാൻഡ് വീണ്ടും എന്താവും? അതിന് നമ്മൾ കൾട്ടിവേഷൻ കാരണം നഷ്ടപ്പെട്ട ന്യൂട്രിയൻസ് ഒക്കെ അത് വീണ്ടും ഗെയിൻ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ലാർജ് അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് ഇൻ ചൈന, ഇന്ത്യ ആൻഡ് മെനി ഹാവ് found in the same localities for centuries. അതേസമയം ഇന്ത്യയും ചൈനയിലും ഒക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിറ്റീസ്, അവിടെ ഉണ്ടായിരുന്ന സിവിലൈസേഷൻസ് ഒരേ സമയം തന്നെ ഒരേ സ്ഥലത്ത് ഒരുപാട് നാളുകൾ, സെഞ്ചുറീസ് ഒരേ സ്ഥലത്ത് തന്നെ കൾട്ടിവേറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇപ്പം പല സ്ഥലങ്ങളിലും ഷിഫ്റ്റിംഗ് കൾട്ടിവേറ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിലും ചൈനയിലും ഒക്കെ ഒരേ ലൊക്കാലിറ്റി തന്നെ ഒരുപാട് വർഷങ്ങൾ കൾട്ടിവേറ്റ് ചെയ്തവരുണ്ട്. അതായത് അവർക്ക് ആ ഒരു മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്, അതേപോലെ തന്നെ ആ ഒരു ന്യൂട്രിയൻസ് ഗെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ്സും അവർക്ക് ആയിരുന്നിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. Industrial revolution of the 18th to 19th centuries used the potential of energy in fossil fuels. പിന്നെ നമുക്കൊരു 18th സെഞ്ചുറിയിലോട്ടൊക്കെ വരികയാണെങ്കിൽ 18th to 19th സെഞ്ചുറീസ് എന്തോന്നു? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് വന്നു. അതിനുശേഷം എന്താ സംഭവിച്ചു? നമ്മൾ ഫോസിൽ ഫ്യൂൽസിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. കോൾ വാസ് യൂസ് ടു പവർ എൻജിൻസ് ആൻഡ് ലൈറ്റർ ടു ജനറേറ്റ് ഇലക്ട്രിസിറ്റി. കോൾ യൂസ് ചെയ്തു എൻജിൻസും അത് തന്നെ പിന്നീട് എന്തായിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. മോഡേൺ സാനിറ്റേഷൻ സിസ്റ്റംസ് ആൻഡ് അഡ്വാൻസസ് ഇൻ മെഡിസിൻ പ്രൊട്ടക്റ്റഡ് ലാർജ് പോപ്പുലേഷൻസ് ഫ്രം ഡിസീസ്. അപ്പം മെഡിസിൻസിലും സാനിറ്റേഷനിലും ഉണ്ടായ ഒരു ഇംപ്രൂവ്മെന്റ്സ്, ഒരു മോഡേണൈസേഷൻ കാരണം എന്ത് സംഭവിച്ചു? ഒരുപാട് അസുഖങ്ങൾ ക്യൂർ ചെയ്യാൻ സാധിച്ചു. അതേപോലെ ഒരുപാട് പോപ്പുലേഷൻ നമുക്ക്
പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചു. ഇപ്പം ഈ ടെക്നോളജിയിൽ ഉണ്ടായ ഒരു ഇംപ്രൂവ്മെന്റും അതേസമയം മെഡിസിൻ ഫീൽഡിൽ ഉണ്ടായ ഒരു ഇംപ്രൂവ്മെന്റും കാരണം എന്ത് സംഭവിച്ചു? ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി, പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. ആ ടൈമിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് പോപ്പുലേഷൻ ആണ് അവിടെ കൂടിയത്, ഒരു 18 to 19 centuries. By the 20th century, the Industrial Revolution had led to an exponential increase in human consumption of resources. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് 20th century ഒക്കെ 20ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? റിസോഴ്സസ്, നമ്മളെ റിസോഴ്സിന്റെ ഒരു കൺസംഷനിൽ ഒരു എക്സ്പോണൻഷ്യൽ ഇൻക്രീസ് ആണ് ഉണ്ടായത്. ഇതുവരെ കാണാതിരുന്ന ഒരു അത്രയ്ക്കും ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ് ആ ഒരു റിസോഴ്സിന്റെ കൺസംഷനിൽ 20th century ആയപ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിച്ചത്. The increase in health, wealth and population was perceived as a simple path of progress. ഹെൽത്തും വെൽത്തും പോപ്പുലേഷൻ ഒക്കെ കൂടുന്നത് അന്നത്തെ കാലത്ത് ഒരു പ്രോഗ്രസിന്റെ ഒരു ഭാഗമായിട്ടാണ് അവര് കണക്കാക്കിയിരുന്നത്. In the 1930s, economists began developing models of non-renewable resource management and sustainability of welfare in an economy that uses non-renewable resources. ഒരു 1930s ഒക്കെ ആയപ്പോഴത്തേക്കും എക്കണോമിക്സ് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഇതിന്റെ ഒരു സസ്റ്റൈനബിലിറ്റി എന്നൊരു കൺസെപ്റ്റിന്റെ സ്റ്റാർട്ടിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത് നോൺ റിന്യൂവബിൾ റിസോഴ്സസ് യൂസ് ചെയ്യുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു മോഡൽസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. An environmental movement pointed out that there were environmental costs associated with the many material benefits that we are now being enjoyed. അതായത് നമ്മളിപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഈ മെറ്റീരിയൽ ബെനിഫിറ്റ്സിൽ നിന്നൊക്കെ, ഈ മെറ്റീരിയൽസും ഈ റിസോഴ്സസിൽ നിന്നൊക്കെ നമ്മൾ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെനിഫിറ്റ്സ്, അതിന് എന്തുണ്ട്, ഒരു എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ട്. അതായത് അതിന് പ്രകൃതിയിൽ എന്തായാലും ഒരു എഫക്റ്റ് ഉണ്ടാവും. അത് നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുമെന്ന് ഒരു മുന്നറിയിപ്പ് ഒരു എൻവയോൺമെന്റൽ മൂവ്മെന്റ് ഒരു പോയിന്റ് ഔട്ട് ചെയ്തു. Modern industrial agriculture, the Green Revolution, was based on the development of synthetic fertilizers, herbicides and pesticides affected rural wildlife. ഒരു ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ വന്നപ്പോഴത്തേക്കും ഈ അഗ്രികൾച്ചറിലും ഇതേ കണക്കൊരു മോഡേണൈസേഷൻ സംഭവിച്ചു. ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിന്റെയൊക്കെ ഒരു യൂസ് കാരണം എന്ത് സംഭവിച്ചു? റൂറൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ റൂറൽ വൈൽഡ് ലൈഫിൽ പ്ലാന്റ്സിലായാലും എലിമെന്റ്സിലായാലും അതിന്റെ ഒരു adverse effect നമുക്ക് കാണാൻ സാധിച്ചു. In the 1970s, environmentalists were concerned about pollution, the population explosion, consumerism and the depletion of finite resources. ഒരു 1970 ഒക്കെ എത്തിയപ്പോഴത്തേക്കും എൻവയോൺമെന്റലിസ്റ്റിന് അവർക്ക് ഈ പൊല്യൂഷനെ പറ്റിയും പോപ്പുലേഷനെ പറ്റിയും ഒക്കെ ഒരു കൺസേൺ ഉണ്ടാവാൻ, അതിനെപ്പറ്റി ചിന്തിക്കാനും അതിനെപ്പറ്റി പഠിക്കാനും ഒക്കെ തുടങ്ങി. The 1973 and 1979 energy crisis demonstrated the extent to which global community had become dependent on a non-renewable resource. 1973 1979 ഉണ്ടായ ക്രൈസിസ്, എനർജി ക്രൈസിസ് കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മൾ ആ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൽ നമ്മൾ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ്. In 1980, publications of the International Union for Conservation of Nature, IUCN, drew attention to the decline of world's ecosystems. IUCN 1980 ഉണ്ടായിരുന്ന പബ്ലിക്കേഷൻസ് ഒക്കെ ഈ വേൾഡിന്റെ അറ്റൻഷൻ, അത് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. 1987, the United Nations World Commission on Environment and Development, in its report, suggested that development was acceptable, but it must be sustainable development that would meet the needs of the poor while not increasing environmental problems. ഇപ്പോൾ യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായ 1987 ആയപ്പോഴത്തേക്കും അവരുടെ ഒരു റിപ്പോർട്ടിൽ പറയുകയുണ്ടായി, ഡെവലപ്മെന്റ് അക്സെപ്റ്റബിൾ ആണ്, ഡെവലപ്മെന്റ് തീർച്ചയായിട്ടും വേണം, ബട്ട് ഇറ്റ് മസ്റ്റ് ബി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആയിരിക്കണം. That would meet the needs of the poor, പാവപ്പെട്ടവരുടെ ആവശ്യങ്ങളെ നമ്മൾ കണക്കാക്കിക്കൊണ്ട്, without affecting the environment, while not increasing environmental problems. Environmental problems increase ചെയ്യാണ്ട്.
ഉള്ള ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആയിരിക്കണമെന്ന് 1987 UN പറയുകയുണ്ടായി. In 1961, almost all countries in the world had more than enough capacity to meet their own demand. 1961 എല്ലാ രാജ്യത്തിനും അവരുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള കാട്ടിയും കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ by 2005, many countries were able to meet their needs only by importing resources from other nations. 2005 ആയപ്പോഴത്തേക്കും പല രാജ്യങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് റിസോഴ്സസ് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മളൊരു പുവർ മാനേജ്മെന്റിനെയാണ് ഇത് കാണിക്കുന്നത്. ഈ ഓരോ ഇൻസിഡൻസും ഈ ഓരോ മൈൽ സ്റ്റോൺ കാണിക്കുന്നതാണ്. A move towards sustainable living by increasing public awareness and adoption of recycling and renewable energies emerged. പിന്നെ സസ്റ്റൈനബിൾ ലിവിങ്ങിനോടുള്ള ഒരു താല്പര്യം എല്ലാവർക്കും ഉണ്ടാവുകയുണ്ടായി. അത് പബ്ലിക്കിനായാലും പുതിയ മെത്തേഡ്സ് ലൈക്ക് റീസൈക്ലിംഗ്, റിന്യൂവബിൾ എനർജീസ് അതൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. The development of renewable sources of energy in the 1970s and 80s, primarily in wind turbines and photovoltaics, and increased use of hydroelectricity, presented some of the first sustainable alternatives to fossil fuel and nuclear energy generation. 1970s 80s ഒക്കെ ആയപ്പോഴത്തേക്കും വിൻഡ് ടർബൈനും ഫോട്ടോവോൾട്ടൈക്സ് ഒക്കെ വന്നു. അതായത് പിന്നെ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. റിന്യൂവബിൾ സോഴ്സസ് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് നമ്മൾ ഫോസിൽ ഫ്യൂൽ, നോൺ റിന്യൂവബിൾ സോഴ്സസിനൊക്കെ ഒരു എന്തായിരുന്നു, ഒരു ആൾട്ടർനേറ്റീവ് ആയിരുന്നു, സസ്റ്റൈനബിൾ ആൾട്ടർനേറ്റീവ് ആയിരുന്നു. In March 2009, the Copenhagen Climate Council issued a statement. The climate system is already moving beyond the patterns of natural variability within which our society and economy have developed and thrived. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള വേരിയബിലിറ്റിയിൽ നിന്നും ഒരുപാട് മാറിയിരിക്കും. These parameters include global mean surface temperature, sea level rise, ocean and ice sheet dynamics, ocean acidification and extreme climatic events. ഈ ഒരു വേരിയേഷൻസ് എന്ന് പറയുന്നത് നമ്മളെ മീൻ സർഫസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ആവാൻ തുടങ്ങി, ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങി, സീ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി, ഓഷന്റെയും ഐസ് ഷീറ്റിന്റെയൊക്കെ ഡൈനാമിക്സിൽ വ്യത്യാസം വരാൻ തുടങ്ങി, ഓഷൻ ആസിഡിഫിക്കേഷൻ, ഓഷൻ അസിഡിറ്റി കൂടാൻ തുടങ്ങി, എക്സ്ട്രീം ക്ലൈമറ്റിക് ഇവന്റ്സ്, ഇതേപോലെയുള്ള പല എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റിക് ഇവന്റ്സ് സംഭവിച്ചു. There is a significant risk that many of the trends will accelerate, leading to an increasing risk of abrupt or irreversible climatic shift. അപ്പൊ ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറയുന്നത് ഈ ഉള്ള സ്പീഡിനെക്കാട്ടി ഇനിയും ആക്സലറേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ക്ലൈമറ്റിക് ചേഞ്ചസ് ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. The car-free movement, smart growth, life cycle assessment, green building, dematerialization, decarbonization and much more. ഇതേപോലുള്ള പുതിയ കൺസെപ്റ്റും ഐഡിയാസും വന്നു സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാർ ഫ്രീ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ കാർ ഫ്രീ, അതായത് കാർ ഇല്ലാതെ, അതായത് നമ്മുടെ സൊസൈറ്റിയുടെ ഡിസൈൻ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തിന്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ അത്ര കോമ്പാക്റ്റ് ആയിരിക്കണം. നമുക്ക് ഇതേപോലെയുള്ള കാറ്, ട്രക്ക് അതൊക്കെ യൂസ് ചെയ്യാണ്ട് സൈക്കിളോ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നടന്നു അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടോ യൂസ് ചെയ്ത് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കും. അങ്ങനെയുള്ളൊരു ഡിസൈൻ അതാണ് കാർ ഫ്രീ മൂവ്മെന്റ്. ലൈഫ് സൈക്കിൾ അസസ്മെന്റ്, അതായത് അനാലിസിസ് ഓഫ് റിസോഴ്സ് യൂസ് ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഓവർ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രോഡക്റ്റ് ഓർ പ്രോസസ്. ഒരു പ്രോഡക്റ്റിന്റെയോ ഒരു പ്രോസസ്സിന്റെയോ അതിന്റെ അനാലിസിസ്, അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ യൂസിനെ പറ്റിയും അത് എൻവയോൺമെന്റിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രീൻ ബിൽഡിങ്സ്, ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ ഇൻക്രീസ്ഡ് റീസൈക്ലിംഗ് ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് വീണ്ടും ഒരുപാട് തവണ റീസൈക്കിൾ ചെയ്യാനുള്ള ടെക്നോളജി. ഡീകാർബണൈസേഷൻ,
റിമൂവിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫോസിൽ ഫ്യൂൽസ്. ഫോസിൽ ഫ്യൂൽസിൽ ഉണ്ടാവുന്ന ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പെട്രോൾ ഡീസൽ എല്ലാം ഫോസിൽ ഫ്യൂൽസ് ആണ്. അതിൽ നിന്നുള്ളൊരു ചേഞ്ച്, അങ്ങനെയുള്ള ഒരുപാട് മൂവ്മെന്റ്സ്, ഒരുപാട് കൺസെപ്റ്റ് വരുന്നുണ്ട്. Rapidly advancing technologies now provide the means to achieve a transition of economies, energy generation, water and waste management, and food production towards sustainable practices. അപ്പോൾ ഒരുപാട് പുതിയ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്. അതായത് നമ്മുടെ എക്കണോമിക്സിനെ ട്രാൻസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ നേരത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു, ഇപ്പം നമ്മൾ അതിനൊരു സസ്റ്റൈനബിൾ എക്കണോമിയായിട്ടുള്ള ഒരു ട്രാൻസിഷൻ നടത്തി വരുന്നുണ്ട്. എനർജി ജനറേഷൻ, വാട്ടർ ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ്, ഫുഡ് പ്രൊഡക്ഷൻ, ഇതെല്ലാത്തിലും ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസ്, ഒരു സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഒരു മൂവ്മെന്റ് കണ്ടുവരുന്നുണ്ട്.